പ്രിയപ്പെട്ടവരെ, നമ്മൾ ഫലസ്തീൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരുപാട് ഫലസ്തീൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചവരാണ്. ഒരുപാട് സ്റ്റോറികളിൽ അതിനെ എതിർപ്പ് റിപ്പോർട്ട് ചെയ്തവരാണ്. നമുക്ക് ഫലസ്തീനെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും? ഒന്നിക്കൽ നമ്മൾ സാമ്പത്തികം കൊണ്ട് സഹായിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, രാജ്യങ്ങൾ തമ്മിൽ എന്താ പറയുക, ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സഹായിക്കാം. ഇനി ഇതൊന്നും നടക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണ്ടേ? എന്താണ് കാരണം? ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയല്ലേ അവിടെ നടക്കുന്നത്. കുട്ടികളെ കൊല്ലുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത്. ഇനി ഫലസ്തീനല്ല, ഇനി ഇന്ത്യയെ തന്നെ മുസ്ലിമിനെ കൊന്നാലും ഹിന്ദുവിനെ കൊന്നാലും ക്രിസ്ത്യനെ കൊന്നു കഴിഞ്ഞാലും കൊല്ലുന്നത് ഭയങ്കര വലിയ സംഭവമല്ലേ? കാരണം എന്നാ, വലിയ വലിയ ആളുകൾക്ക്, രാജാക്കന്മാർക്കും മന്ത്രിമാർക്കും ഇവർക്ക് ഉത്തരവിടുകയുണ്ട്. ഇതിൽ വിട്ടുപോകുന്നതാണ് സാധാരണക്കാരായ ജനങ്ങളാണ്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഫലസ്തീൻ്റെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പോൾ പല്ല് തേക്കുന്ന സമയത്ത് നമുക്ക് ഇന്ത്യൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഇനി പല്ല് തേക്കല്ല, സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെയൊക്കെയാണ് സഹായിക്കുന്നത്? നമ്മുടെ സ്വന്തം രാജ്യത്തെ സഹായിക്കുന്നു. പിന്നെ മനുഷ്യക്കുരുതിക്കെതിരെ നമ്മളൊരു പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഈ പറയുന്ന എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ സഹായിക്കാം, നിങ്ങളെ കൊണ്ടാവുന്ന വിധം നിങ്ങൾ സഹായിക്കും. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ഭക്ഷണം കഴിക്കുന്ന രീതിയിലാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, പല്ല് തേക്കുന്ന സമയത്തും നമ്മൾ ഇതൊക്കെ ഓർക്കണം. അതേപോലെ കുളിക്കുന്ന സമയത്തും ഓർക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ രാജ്യത്തിന് റെഡിയാണ്. അത് എല്ലാ രാജ്യക്കാരും ചെയ്യണം. അതേപോലെ ഗൾഫ് രാജ്യങ്ങൾക്ക് ചെയ്യാം, അതേപോലെ ഇന്ത്യ രാജ്യത്തിന് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട്, അതായത് മൃഗീയമായി രീതിയിൽ ഇടപെടുന്ന സർക്കാരുകൾ, അതേപോലെ ഈ സംവിധാനങ്ങളെ നമ്മൾ എതിർക്കുക. സ്നേഹത്തിൻ്റെ സാധ്യതകളെ നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. അത് തോൽപ്പിക്കാൻ പറ്റും.